ഹലോ ഗൈസ്, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെയാണ് കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് നേരത്തെ തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അനിയനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അതിനാവശ്യമായിട്ടുള്ളത്. കണ്ടോ, ഞാൻ ഗുവയുടെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. 150 റുപ്പീസ് ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ റേറ്റ്. പിന്നെ നാരങ്ങ വേണം. നാരങ്ങ ഒരു ഗ്ലാസ്സിലിതാ അനിയൻ പിഴിയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പിഴിഞ്ഞിട്ട് അതിൻ്റെ തൊണ്ടും കൂടെ ഇടണം. പിന്നെ ഒരു പച്ചമുളക് നീളമുള്ള കണ്ടോ, നീളമുള്ള പച്ചമുളക് കീറിയിടണം. നമ്മുടെ കസ്കസ് അത് നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കുറച്ച് അതിൽ കണക്കിനിടുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഷുഗർ ലൈനി എന്നുവെച്ചാൽ നമ്മൾ പഞ്ചസാര നേരത്തെ തന്നെ നമ്മൾ നന്നായിട്ട് ലയിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെയാണ് ഒഴിച്ചത്. അതിന് ശേഷം നമ്മൾ ഇതാ കളർ ഒഴിക്കുന്നത്. ഏത് ഫ്ലേവർ വേണം നമുക്ക് കടയിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ ഗുവയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് എടുത്തത്. അങ്ങനെ ഞങ്ങളത് ഒഴിച്ചു. കുറച്ച് ഐസ് കട്ടയൊക്കെ ഇടണം. പിന്നെ ഐസ് വാട്ടർ ഒഴിക്കണം. കണ്ടോ, അത്യാവശ്യത്തിന് അത് ഒഴിച്ചെടുത്തിട്ട് ഐസ് കട്ട ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ, സോറി, ഇപ്പോഴാണ് ഇടുന്നത്. അങ്ങനെ ഐസ് കട്ടയിലിട്ട് ഇതാക്കണ്ട. ആദ്യം അനിയൻ ഗ്ലാസ്സിൽ വെച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നേ. അപ്പോൾ ഗ്ലാസ്സിൽ വെച്ച് ഇങ്ങനെ തട്ടി നോക്കിയപ്പോഴത്തേക്ക് അത് സെറ്റ് ആവണില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ആ കുപ്പി ഉണ്ടല്ലോ, കുപ്പിയിലകത്തിട്ട് തന്നെ കുലുക്കിയെടുത്തു. നമ്മൾ വെള്ളം വാങ്ങിക്കത്തില്ലേ, ഇത് 1/2 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അങ്ങനെ ആ കുപ്പിയിലിട്ട് തന്നെ അനിയൻ നന്നായിട്ടൊന്ന് കുലുക്കുകയാണ്. ഈ കടകളിലൊക്കെ ചെയ്യൂലേ അതുപോലെ തന്നെ അവൻ്റെ ശക്തി മുഴുവനും ഉപയോഗിച്ച് കുലുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുലുക്കി സർബത്ത് റെഡി ആയിട്ടുണ്ടേ. നമുക്കത് ഗ്ലാസ്സിൽ തന്നെ ചെയ്യണമെന്നില്ല, ഇതുപോലെ ഒരു കുപ്പിയിലായാലും ചെയ്ത് നോക്കിയാൽ മതി. അപ്പോഴേ ഞാൻ ഇത് കുടിച്ച് നോക്കി കേട്ടോ, അടിപൊളിയായിരുന്നു. ഒരു കാണുമ്പോൾ തന്നെ ഒരു ഫ്ലേവറല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ. ബൈ.